നമ്മുടെ ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള കിരൺ ആണുള്ളത്. ഹായ്. ചില റീൽസ് ഒക്കെ ഭയങ്കരമായിട്ട് മില്യൺസ് ഒക്കെ കയറി പോന്നു. അപ്പൊ റീൽ എടുത്ത് നോക്കുമ്പോൾ ആര് ഫ്രം മീഷോ ആയിരുന്നു? ആദിത്യ റോയോ ഫ്രം മീഷോ. ഞാൻ തന്നെ കമന്റ് ഇട്ടത്. ഞാൻ കമന്റ് ഇട്ടത് നല്ല രീതിക്ക് ഞാൻ തന്നെ പറയാം. ഇങ്ങനെ മെസ്സേജ് റിക്വസ്റ്റ് അമ്മ കാണിച്ചു തരും. ആന്റി എനിക്ക് മരുമകളായിട്ട് വരുന്ന ഭയങ്കര ആഗ്രഹമുണ്ട്. അങ്ങനെയൊക്കെ ഓരോന്നൊക്കെ വരാറുണ്ട്. നമ്മളിപ്പോ റീലാണേലും കാണുമ്പോൾ ഭയങ്കര ഫ്രണ്ട്ലി ആണ്. നമ്മൾ വിചാരിക്കും കോഴിയാണെന്നൊക്കെ വിചാരിക്കും. പക്ഷെ അല്ല കേട്ടോ. അല്ലെ ഞാൻ ചുമ്മാ പറഞ്ഞതാ. കാസി എന്ന് പറഞ്ഞൊരു വില്ലേജ് ഉണ്ട്. അവിടുത്തെ ട്രൈബൽ ആൾക്കാരുടെ കൂടെ നിന്ന് ഞാൻ ഫോട്ടോ എടുത്തു. പിന്നെ ഒരു കുഞ്ഞിനെ പിടിച്ചോണ്ടിരിക്കുന്ന ഫോട്ടോ ഞാനത് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ വീട്ടുകാര് നീ ഫാമിലി കാണാൻ പോയതല്ലേ, ആ കൊച്ചിന് നിന്റെ ചായ കൊണ്ട് എന്റെ സ്വന്തം രീതി തന്നെ പറഞ്ഞു. ട്രോള് വീട്ടിൽ നിന്ന് തന്നെ കിട്ടാറുണ്ട്. സോളോ ആയിട്ട് ഞാൻ പറയുന്നത് നിങ്ങൾ എല്ലാവരും പോകണം. കാരണം നമുക്ക് നമ്മളെ ഫിഗർ ഔട്ട് ചെയ്യാൻ പറ്റുന്ന ഏതൊരു ചാൻസസ് അതാണ്. ഇൻസ്പയർഡ് ആവുകയാണെക്കാട്ടും ഉപരി ഞാൻ ഓരോ കാര്യങ്ങൾ റെക്ടിഫൈ ചെയ്ത് അതിലൊരു സൊല്യൂഷൻ കണ്ടുപിടുത്തുന്ന ഒരാളാണ്. ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഞാൻ നിങ്ങളുടെ ഷാലു. ഇന്ന് എന്റെ കൂടെയുള്ള വ്യക്തി എന്ന് പറയുന്നത് ആ ഒരു വ്യക്തിയെ പറ്റി ഓർക്കുമ്പോൾ തന്നെ എനിക്ക് ചിരി വരും. കാരണം വേറൊന്നല്ല, സ്വയം ആള് ഒരു ബോളിവുഡ് താരമാണെന്നും ആൾക്ക് എന്ത് കമ്പനിയാന്ന് പറഞ്ഞത്? കെയർ ഗ്രൂപ്പ്, കിരൺ രമേശ് ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ മുതലാളി എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന നമ്മുടെ ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള കിരൺ ആണുള്ളത്. ഹായ്, വെൽക്കം ടു ദി ഷോ. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? നന്നായി പോകുന്നു. നന്നായി പോന്നു. പ്രശ്നങ്ങളൊന്നുമില്ല. എയറിലൊന്നും കേറിയിട്ടില്ല? ഇല്ല, ഇതുവരെ കേറിയിട്ടില്ല. അല്ല, നമുക്ക് പതുക്കെ ഒന്ന് എയറിൽ കേറ്റാം. അതിനാണ് ഞാൻ വിളിച്ചു വരുത്തിയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ പ്ലേസ് ഒക്കെ എവിടെയാണ്? എന്റെ ഇവിടെ അടുത്ത കോതമംഗലത്താണ്. അപ്പൊ വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടിൽ നിലവിൽ ഞാനും പപ്പയും അമ്മയും മാത്രമേ ഉള്ളൂ. പിന്നെ എനിക്കൊരു ചേച്ചിയും പിന്നെ എനിക്കൊരു ട്വിൻ സിസ്റ്റർ ഉണ്ട്. ഞാൻ ട്വിൻസിലെ ഒരാളാണ്. രണ്ടുപേരും അബ്രോഡാണ്. അപ്പം നിങ്ങൾ 3 മക്കളാണ്? 3 മക്കളെ. ഓക്കെ, അപ്പൊ ട്വിൻസ് ഉണ്ട്? ട്വിൻസസ്. അപ്പം പിന്നെ ട്വിൻ സിസ്റ്ററും ഇതുപോലെയാണോ? അല്ലല്ല, അവര് പഠിക്കുക, MSc കഴിഞ്ഞു. ഇപ്പം ചേച്ചി നഴ്സാണ്. ഇപ്പം കിരൺ എന്താ ചെയ്യുന്നത്? ഞാൻ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ് ആണ്. പിന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ചു. പിന്നെ സോഷ്യൽ മീഡിയ മാനേജറായിട്ട് വർക്ക് ചെയ്തു. ഇപ്പം ഫ്രീലാൻസ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഇൻസ്റ്റയില് കൊളാബും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അങ്ങനെ ജീവിച്ചു പോകുന്നു. ഞാൻ നോക്കുമ്പോൾ ചില റീൽസ് ഒക്കെ ഭയങ്കരമായിട്ട് മില്യൺസ് ഒക്കെ കയറി പോന്നു. അപ്പൊ റീൽ എടുത്ത് നോക്കുമ്പോൾ ആര് ഫ്രം മീഷോ ആയിരുന്നു? ആദിത്യ റോയോ ഫ്രം മീഷോ. ഞാൻ തന്നെ കമന്റ് ഇട്ടത്. ഞാൻ കമന്റ് ഇട്ടത് നല്ല രീതിക്ക് ഞാൻ തന്നെ പറയാം. ഞാൻ നോക്കുമ്പോൾ എന്നെ കാണാന് പിന്നെ ഇങ്ങനെയാണ്, എന്റെ ഗേൾ ഫ്രണ്ട് ഇങ്ങനെയാണ്. അപ്പം ഇങ്ങനെ ഓരോ നടിമാരെ വെച്ചിട്ട് എന്റെ ഗേൾ ഫ്രണ്ട് സങ്കല്പത്തിൽ ഇടുന്നതിന്റെ അർത്ഥം സിംഗിൾ ആണോ? അങ്ങനെയല്ല, ഞാൻ അത് സിംഗിൾ അല്ല. അല്ല, ഞാൻ പറഞ്ഞു വന്നത് ശരിക്കും അതൊരു കോണ്ടന്റ് ബേസിൽ ചെയ്ത സംഭവം. ഞാൻ ഇങ്ങനെ ഒരാൾ ചെയ്യുന്ന കണ്ടിട്ടുണ്ടായിരുന്നു, ഒരു നോർത്ത് ഇന്ത്യൻ ആരോ. അപ്പൊ അതങ്ങനെ ഒരു കോണ്ടന്റ് വെച്ച് ചെയ്ത് നോക്കിയപ്പോ അത് വൈറലായപ്പോ പിന്നെ അങ്ങനെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ചെയ്തു തുടങ്ങി. ഞാൻ നോക്കുമ്പോ കെയർ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ഉടമയാണ്. അപ്പൊ ഞാൻ ശരിക്കും വിചാരിച്ചിട്ടോ അങ്ങനെ കമ്പനി ഉണ്ട്. പിന്നെ എനിക്ക് മനസ്സിലായത് എന്നെ ട്രോളാൻ എനിക്ക് ഒരാളുടെ ആവശ്യമില്ല, ഞാൻ എന്നെ തന്നെ സെൽഫായിട്ട് ട്രോൾ. അതും ഒരു ശരിക്കും KR ഗ്രൂപ്പ് ഇട്ട് പക്ഷെ അത് വൈറലായപ്പം ഞാനും സ്വയം ആഗ്രഹിച്ചു അങ്ങനെ ഒരു കമ്പനി ഉണ്ടായിരുന്നെങ്കിലും. കാരണം അത് എനിക്ക് ഒരു രീതിയിൽ സംഭവം വൈറലായെങ്കിലും വേറെ രീതിയിൽ എനിക്കൊരു വിഷമം ഉണ്ടായ സംഭവം എന്താണെന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ മെസ്സേജ് റിക്വസ്റ്റിൽ ഫുള്ള് ആൾക്കാർ CV അയച്ചു തുടങ്ങി. ശരിക്കും ഇതൊരു കമ്പനി ബേസ് ആണെന്ന് വെച്ചിട്ട് അങ്ങനെ CV അയച്ചു തുടങ്ങി. ചിലവര് ഫിനാൻഷ്യലി ശരിക്കും പുറകോട്ട് അപ്പൊ അങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നു. അതൊക്കെ കണ്ടപ്പോൾ ശരിക്കും അങ്ങനെ ഒരു കമ്പനി ഫ്യൂച്ചറിൽ സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ എന്തായാലും ഈ രീതിയിൽ എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ എനിക്ക് ഭയങ്കര സങ്കടം തോന്നിയ ഒരു സംഭവമേ ഉള്ളൂ. അല്ലാത്ത പക്ഷെ ഇതൊരു കോപ്പി കോണ്ടന്റ് തന്നെയാണ്. ഞാൻ നോർത്തിലെ ഒരു ആൾ ഇങ്ങനെ ഇട്ടൊക്കെ കണ്ടു. അപ്പൊ ഞാൻ എന്റേതായ രീതിയിൽ ഒന്ന് ടേക്ക് ചെയ്തിട്ട് ചെയ്തൊരു സംഭവമാണ്. അപ്പം ഇങ്ങനൊരു സംഭവം തമാശക്ക് തുടങ്ങി അത് സീരിയസ് ആയിട്ട് തുടങ്ങണം എന്ന് വിചാരിക്കുന്ന വളരെ അടിപൊളിയായിട്ടുള്ള അത് എനിക്ക് എന്തെങ്കിലും അതിപ്പോ ഇത് KR ഇടുന്നതിന് മുന്നേ തന്നെ എനിക്ക് ഈ പറഞ്ഞ പോലെ മെസ്സേജ് റിക്വസ്റ്റിലാണെങ്കിലും മെസ്സേജിൽ ചിലപ്പോഴേ നമ്മൾ എടുത്ത് നോക്കത്തുള്ളൂ. അതറിയാലോ, ചിലപ്പോൾ എടുത്ത് നോക്കുന്ന സമയത്ത് റാൻഡമായിട്ട് ഏതിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ചിലവര് ചേട്ടാ ഇന്ന് ഫുഡ് വെച്ചിട്ടില്ല, ഒരു മന്തി കഴിക്കാൻ, അങ്ങനെയൊക്കെ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പൊ ഞാൻ അങ്ങനെ ചെയ്തു കൊടുക്കാറുണ്ട്. അപ്പൊ അങ്ങനെ ഈ സംഭവം ഭയങ്കര വലിയ വൈറലായപ്പോഴേക്കും ശരിക്കും വലിയ ഫിനാൻഷ്യലി പ്രശ്നമുള്ള ആൾക്കാർ 50,000 1 ലക്ഷം രൂപ, നിങ്ങൾക്ക് അത് വലിയ 4,500 കോടിയുടെ ആളുകളല്ലേ, അപ്പൊ ഒരു 1 ലക്ഷം രൂപ ഒന്നും വലിയ വിഷയമല്ലല്ലോ. അപ്പൊ അങ്ങനെ ആയപ്പോൾ ശരിക്കും വിഷമം തോന്നി. കാരണം ഇത് കോണ്ടന്റ് ആയിട്ടല്ല, ചിലവര് സീരിയസ് ആയിട്ട് എടുത്തപ്പം ഞാൻ വിചാരിച്ചില്ല അത് ഇങ്ങനെ ഒരു മാറുന്നുള്ളത്. ഓ, അപ്പം
അങ്ങനെ സീരിയസ് ആയി വിചാരിച്ചവരുണ്ട്. എനിക്കത് കണ്ടപ്പോൾ അത് 80% ആൾക്കാർ കോണ്ടന്റ് ആയിട്ട് കണ്ടെങ്കിലും ബാക്കി കേരളത്തിലല്ല, ഞാൻ പറഞ്ഞ പുറത്തേക്ക് അത് പോയി. അത് ഏകദേശം 10 മില്യൺ മേളിൽ പോയി തോന്നുന്നു. അപ്പൊ അങ്ങനെ പുറത്തേക്ക് അത് ഭയങ്കര. ഓക്കെ, അപ്പം നമ്മൾ വിഷയത്തിൽ നിന്ന് തെന്നി മാറി. അപ്പൊ വിഷയം പതുക്കെ മാറ്റിയിട്ട് KR ഗ്രൂപ്പിലോട്ട് വന്നതാണ്. സിംഗിൾ ആണോ എന്നാണ് ചോദിച്ചത്. കാരണം കുറെ പേരുടെ ഇതുണ്ട്, എല്ലാരും കുറെ ആരാധികമാരൊക്കെ ഉള്ള ആളാണ് കിരൺ. സിംഗിൾ ആണോ? അത് കോൺഫിഡൻഷ്യൽ ആയിട്ട് വെച്ച പോലെ. എന്താ ആരാധികമാരിട്ട് പോവാനും പാടില്ല. പറയുന്നില്ല, എന്നാ കമ്മിറ്റഡ് ആണെന്നും പറയുന്നില്ല. കോംപ്ലിക്കേറ്റഡ് ആണ്, കോൺഫിഡൻഷ്യൽ ആണ്, കോംപ്ലിക്കേറ്റഡ് ആണെന്ന് ഞാൻ കോൺഫിഡൻഷ്യൽ ആണ്. അതെ, എന്റെ കാര്യങ്ങള് അറിയിക്കാൻ എനിക്ക് താല്പര്യമില്ല. കാരണം ബില്യണിയർ ഗേൾ ഫ്രണ്ട് ആണ് കേട്ടോ. ഇനിയിപ്പോ അതിന്റെ പേരിൽ ഗേൾ ഫ്രണ്ടിനോട് സഹായിക്കാൻ പറയുമെന്ന് പറഞ്ഞു. അങ്ങനെ ഉണ്ടെങ്കിൽ പറയായിരുന്നു, ഇല്ലെങ്കിലും പറയായിരുന്നു. ഓക്കെ, ഇപ്പം ഞാൻ മെയിനായിട്ട് ശ്രദ്ധിച്ച കേസാണ് പഴയ കിരൺ. ആ പഴയ കിരണെ കണ്ടുകഴിഞ്ഞാൽ ഇയാളെന്ന് തോന്നുന്ന രീതിയിലുള്ള മാറ്റം. അപ്പൊ എന്തൊക്കെയാണ് കിരണിന്റെ സ്കിൻ കെയർ റൂട്ടീൻ? സ്കിൻ കെയർ റൂട്ടീൻ ഒന്നുമില്ല എനിക്ക്. പണ്ട് ഈ പറഞ്ഞ പോലെ മീശൻ താടി ഇല്ലായിരുന്നു. പിന്നെ ഒരു സുപ്രഭാതത്തിൽ മീശൻ താടി വന്നപ്പോൾ ഒരു ചേഞ്ച് എനിക്ക് ഫീൽ ചെയ്തുള്ളൂ. എന്റെ സ്കൂളിൽ പഠിച്ചവർക്കും അതാ തോന്നിയിട്ടുള്ളൂ. പിന്നെ നമ്മള് കോണ്ടന്റിന് വേണ്ടി ഇപ്പം അറിയാലോ, ബ്രാൻഡ് കൊളാബറേഷൻസ് വരുമ്പോഴേക്കും അവരായിരിക്കും നമുക്ക് എഡിറ്റ് ചെയ്ത് തരുന്നത്. അങ്ങനത്തെ ഇതേ ഉള്ളൂ. സ്കിൻ കെയർ റൂട്ടീൻ ഉണ്ടോന്ന് വെച്ചാൽ ഞാൻ ഒരു ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ സാധാരണ ഒരു ഫേസ് വാഷ് അല്ലെങ്കിൽ സൺസ്ക്രീൻ, മോയ്സ്ചറൈസർ, ഇതൊക്കെ തന്നെ. അല്ലാണ്ട് വലിയ ഡ്രാമാറ്റിക് ചേഞ്ച് ഒന്നും വന്നില്ല. പക്ഷേ ഞാന് ഈ റീലൊക്കെ എടുത്ത് കാണുമ്പോൾ ഭയങ്കര ഫണ്ണി ആളാണെന്ന് വിചാരിച്ചിരുന്നത്. എന്നെ നിരാശപ്പെടുത്തിക്കൊണ്ട് ഒരു കാര്യഗൗരവത്തോടെയൊക്കെ ഇരിക്കുന്ന. അതെ, ശരി. നമ്മൾ എപ്പോഴും പറയില്ലേ, റിയൽ ലൈഫ് അല്ല റിയൽ ലൈഫ്. എന്നെ നേരിട്ട് കണ്ടുവരാണെങ്കിൽ പോലും ഇപ്പം 10 പേരിൽ ഒരാൾ ഇപ്പം പുറത്തിറങ്ങി അറിയപ്പെടും. മീൻസ് അങ്ങനെയല്ല, 10 പേരിൽ ഒരാളെങ്കിലും തിരിച്ചു വന്ന് ചോദിക്കാറുണ്ട്. അപ്പൊ അവര് തന്നെ ചോദിക്കാറുണ്ട്, ഇത് തന്നെ റീലിൽ കാണുന്ന ആളുകളെ നേരിട്ട്. രണ്ട് ഡിഫറെന്റ് സിനാരിയോസ്. അങ്ങനെ റിയൽ ആള് തന്നെയാണ് റിയൽ ലൈഫിൽ ഞാൻ ഒരിക്കലും ആഗ്രഹിക്കത്തില്ല. ഞാൻ അങ്ങനെ ആവത്തുമില്ല. അപ്പൊ ഭയങ്കര സീരിയസ് ആണ്? സീരിയസ് അല്ല, എനിക്ക് എന്റെ ഒരു സർക്കിൾ ഉണ്ട്, ഞാൻ അതിൽ ഭയങ്കര കംഫർട്ടബിൾ ആവുന്നുള്ളൂ. ബാക്കി ഞാനെല്ലാം കൂടുതൽ തന്നെ ചെയ്യുന്ന ആളായതുകൊണ്ട്. അപ്പൊ ഒരു ആംബിവേർട്ട് ആണെന്ന് പറയാം. ആംബിവേർട്ട് എന്നും പറയാം വേണമെങ്കിൽ. എക്സ്ട്രോവേർട്ടും അല്ല, ഇൻട്രോവേർട്ട് അല്ല, ഒരു ആംബിവേർട്ട് ആണ്. ഓക്കെ, അത് വളരെ നല്ല കാര്യമാണ്. ഞാനൊരു ആംബിവേർട്ട് ആണ്. ഞാൻ ഇങ്ങനെ ഇരിക്കുന്നേ ഉള്ളൂ. പക്ഷെ എന്നോട് ഇത് ബിഹൈൻഡ് ദി സീൻസ് ഒക്കെ എടുത്ത് നോക്കി അറിയാൻ പറ്റും. ഈ ഷൂട്ട് ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞ ക്യാമറ എന്നെ സീരിയസ് ആയിട്ട് കാണുന്നതല്ല, പുറമെ നമ്മൾ ക്ലോസ് ആയിട്ടുള്ളിടത്ത് ഞാൻ ഭയങ്കര ഫണ്ണി ആയിരിക്കും. അല്ലാതെ റീല് കണ്ടെന്ന് തോന്നുന്നു. ഏതാ? ഇയാളുടെ തന്നെ. എന്താ നിങ്ങൾ റീലിൽ ഞാൻ ചിരിച്ചു കണ്ടിരുന്നാലും റിയൽ ലൈഫില് സങ്കടം ഉണ്ടോ ഇല്ലെന്ന് അറിയത്തില്ലല്ലോ. അതെ അതെ, അത് സത്യമാണ്. എന്നെ കരയിപ്പിക്കാൻ വന്നതാണോ? ഒട്ടുമിക്ക ആൾക്കാരും ഇങ്ങനെയാന്ന് തോന്നുന്നു. ഓക്കെ, അപ്പം എനിക്ക് തോന്നുന്നു കുറച്ച് മോട്ടിവേഷണൽ സാധനങ്ങൾ ചോദിക്കാൻ പറ്റിയ ഒരാളാണെന്നുള്ളത്. ഓക്കെ, ഞാൻ ചോദിക്കാം. ഓക്കെ, അപ്പം കിരണിന് ലൈഫില് മോട്ടിവേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ കിരണിന് ഇൻസ്പയർഡ് ആയിട്ടുള്ള എന്തെങ്കിലും സംഭവങ്ങളുണ്ടോ? ഇല്ല, ഞാൻ ശരിക്കും പറഞ്ഞ ഞാൻ എന്റെ ഇന്നർ എഞ്ചിനീയറിംഗിനെ വളർത്തുന്ന ഒരാളാണ്. കാരണം ഇൻസ്പയർഡ് ആവുകയാണേക്കാരും ഉപരി ഞാൻ ഓരോ കാര്യങ്ങൾ റെക്ടിഫൈ ചെയ്ത് അതിലൊരു സൊല്യൂഷൻ കണ്ടുവെത്തുന്ന ഒരാളാണ്. ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം എനിക്ക് ലോൺലിനെസ് ഭയങ്കര ഇഷ്ടമാണ്. അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ എനിക്ക് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യാനും എനിക്ക് കുറച്ച് എല്ലാ തന്നെ. അപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബാറിൽ പോയി 2 പെഗ് കഴിക്കുകയാണെങ്കിൽ പോലും ഞാൻ തന്നെ പോകത്തുള്ളൂ. അല്ലെങ്കിൽ ഒരു യാത്ര പോവുകയാണെങ്കിൽ ഞാൻ തന്നെ പോകത്തുള്ളൂ. അത് വേറൊന്നും കൊണ്ടല്ല, എനിക്ക് മറ്റുള്ളവരുടെ സമയം എടുക്കുന്ന ഒട്ടും താല്പര്യമില്ല. അതിപ്പോൾ എനിക്കിപ്പോൾ ഒരു മൊമെന്റിൽ, ഇൻസ്റ്റന്റ് മൊമെന്റിൽ എനിക്കിപ്പോൾ ഒരു കാര്യം ചെയ്യാൻ തോന്നുവാണെങ്കിൽ ഞാനിപ്പോൾ ശാലു വിളിച്ചിട്ട് പറയാം നമുക്ക് പോയാലോ എന്ന് ചോദിക്കുക. അപ്പോൾ ശാലുവിന് വേറെ തിരക്കുണ്ടാവും. അപ്പോൾ എനിക്ക് ഒരാളുടെ ടൈം എടുക്കാൻ ഒട്ടും താല്പര്യമില്ല. അപ്പോൾ ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയും, ബാറിൽ പോവുകയാണെങ്കിൽ ഞാൻ തന്നെ പോയി കഴിക്കും, തിരിച്ച് വീട്ടിൽ വരും. വേറൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ ഞാൻ വേറെ ഒരാളെ വിളിച്ചിട്ട് വന്നു, ഞങ്ങൾ ഒരുമിച്ച് വന്നു, അത് കഴിഞ്ഞിട്ട് തിരിച്ച് പോകാന്ന് വെച്ചാൽ അവൻ വീടെത്തുന്നവരെ എനിക്ക് ടെൻഷൻ ആയിരിക്കും. കാരണം അപ്പോൾ മറ്റുള്ളവരുടെ കാര്യം എനിക്ക് നോക്കേണ്ട കാര്യമില്ല. ഇതിപ്പോൾ എൻ്റെ കാര്യം ഞാൻ നോക്കുന്നു, തിരിച്ച് വീട്ടിൽ വരുന്നു. വേറൊരാളും കൊണ്ട് പോവുകയാണെങ്കിൽ സത്യം പറഞ്ഞാൽ എനിക്ക് അവൻ വീടെത്തുന്നവരെ ഞാൻ വീടെത്തി കാണും, പക്ഷെ അവൻ എത്തുന്നവരെ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല. അപ്പം അങ്ങനെ കൂടുതൽ കാര്യങ്ങൾ ഞാൻ എല്ലാം തന്നെ ഡീൽ ചെയ്യത്തുള്ളൂ. ഇപ്പോൾ യാത്രയാണെങ്കിൽ എനിക്ക് തന്നെ യാത്ര ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇപ്പോൾ റീസെന്റ് ആയിട്ട് ഒരു യാത്ര കഴിഞ്ഞ് വന്നേ ഉള്ളൂ. അപ്പൊ ഞാൻ എല്ലാം സ്വയം ഇപ്പൊ മോട്ടിവേഷൻ അവനെ സ്വയം എല്ലാം ഫിഗർ ഔട്ട് ചെയ്ത് മുമ്പോട്ട് വന്നുള്ളതാണ്. ഓക്കെ, ഞാനാകെ അയ്യടാ എന്ന് പറഞ്ഞ അവസ്ഥ. ഞാൻ ഇങ്ങനെ റീലൊക്കെ അയ്യോ ഒരു ഫണ്ണി സംഭവമൊക്കെ ചെയ്യുന്ന, അയ്യോ ആള് ഭയങ്കര ഫണ്ണിയാണ്, ഞാൻ ഫണ്ണി ആയിട്ടൊക്കെ എടുത്തു വെച്ച ഗെയിമൊക്കെ ഇനി ഞാൻ എന്ത് ചെയ്യും മല്ലയ്യ എന്നുള്ള ഒരു അവസ്ഥയിൽ നിൽക്കുകയാണ്. പക്ഷെ ഭയങ്കര മെച്ചുവേർഡ് ആയിട്ട് കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. എത്ര വയസ്സായി? ഞാൻ ഈ പറഞ്ഞ റീലിലും 40 വയസ്സെന്നും പറഞ്ഞ് റീൽ ഇട്ടിട്ടുണ്ട്, 18 ആവാൻ പോകുന്ന ഇട്ടിട്ടുണ്ട്. ശരിക്കും 3 മാസത്തിനുള്ളിൽ 27 ആവും. 27 ആവും. ഓക്കെ, അപ്പം എന്ത് തോന്നുന്നു ലേഡീസ്? നമ്മൾ കുറെ പേര് പ്രതീക്ഷയാണ്
വിശ്വസിച്ചോ, ആ ചേട്ടൻ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ ഭയങ്കര ഫണ്ണി ആയിരിക്കും, ഭയങ്കര ഇതായിരിക്കും, ഭയങ്കര അടിപൊളിയായിരിക്കും. അടിപൊളിയാണ് കേട്ടോ, എല്ലാം ഞാൻ പറയുന്നില്ല. ആളുടേതായ വ്യത്യസ്തമായ കാഴ്ചപ്പാട്. ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ റിയൽ ലൈഫിൽ കാണുന്നതല്ല, റിയൽ ലൈഫിൽ ശരിയാണ്. ഞാൻ ഇതുപോലെയല്ല, ഞാൻ യഥാർത്ഥ ലൈഫിൽ അതെ വ്യത്യാസം അങ്ങനെ ആവും. എനിക്കൊന്നും ഒട്ടുമിക്ക ആൾക്കാരും ചിലപ്പോൾ അങ്ങനെ ആവും, എനിക്കറിയത്തില്ല. പക്ഷെ എന്റെ രീതിയിൽ ഞാൻ ഇടുന്ന സാധനമായിട്ട് ഒരു ബന്ധം ഉണ്ടാവില്ല റിയൽ ലൈഫില്. ഓക്കെ. അപ്പം ഇങ്ങനെ റിയൽ ആയിട്ട് അറിയുന്ന ഫ്രണ്ട്സ് ഇങ്ങനെ റിയൽ കണ്ടന്റ് ഇടുമ്പോൾ എടാ ഇത് നീ തന്നെയാണോ ചോദിക്കാറില്ലേ? ഒത്തിരി പേര് ചോദിക്കാറുണ്ട്. ചിലവര് കണ്ടിട്ട് ഞാൻ ഇങ്ങനെ ചെയ്യുന്നവരും വിചാരിക്കാത്ത ആൾക്കാരുണ്ടാവും. കാരണം നമ്മൾ എന്നെ പേഴ്സണലി അറിയാവുന്നവരെ. പിന്നെ ഇതെല്ലാം ഞാൻ പറഞ്ഞില്ലേ, ഒരു എനിക്ക് പണ്ടോട്ട് ഒരു ആഗ്രഹം പറഞ്ഞ പോലെ എനിക്കൊന്ന് ഫെയിം ആവുക, കോണ്ടന്റ് ക്രിയേഷൻ വഴിയല്ല, ഫെയിം ഫിലിമോ എങ്ങനെയും ആ ഒരു രീതിയിൽ എത്തിപ്പെടാന്നുള്ളൂ. അപ്പൊ ഞാൻ ചുമ്മാ കോണ്ടന്റ് ആയിട്ട് ഇടുന്നു പോകുന്നു. റീല് വൈറലാവോ ഇല്ലേ എന്നുള്ളത് മാറ്റർ അല്ല. ചിലപ്പോൾ നോക്കും, ചിലപ്പോൾ നോക്കത്തില്ല, ചിലപ്പോൾ കമന്റ്സ് പോലും നോക്കത്തില്ലായിരിക്കും. ഞാൻ അങ്ങ് ഇട്ട് പോകുന്നേ ഉള്ളൂ. ഓക്കെ. അപ്പം പിന്നെ ഫിലിംസിലൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടോ? ഞാൻ ട്രൈ ചെയ്തിട്ടില്ല, പക്ഷെ എല്ലാരെ പോലെ ഒരു ആഗ്രഹമുണ്ട് ഫിലിമിൽ കയറണമെന്നുണ്ട്. പക്ഷെ ഓഡീഷൻസ് ഒന്നും ഞാൻ അങ്ങനെ കൊടുത്തിട്ടൊന്നുമില്ല. ഇല്ല. എന്താണ് കൊടുക്കാത്തത്? ട്രൈ ചെയ്താലേ കിട്ടുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എന്നെ തന്നെ ഒരു ഫിഗർ ഔട്ട്, ഞാൻ പറഞ്ഞില്ല, ഞാൻ എന്നെ തന്നെ ഫിഗർ ഔട്ട് ചെയ്ത് സൊല്യൂഷൻ കണ്ടുപിടിക്കുന്ന ആളാണ്. അപ്പം നിലവിൽ ഞാൻ ഫിലിം ഓഡിഷൻ കൊടുക്കാനുള്ള ഒരു രീതിയിൽ എത്തിയിട്ടില്ല എന്ന് എനിക്ക് സ്വയം അറിയാം. എന്റെ ഒരു ഇൻട്രസ്റ്റ് തോട്ടിൽ എനിക്കതുണ്ട്. അപ്പം അതൊന്നും ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും ഡെഫിനറ്റ്ലി നോക്കും. ഓക്കെ. അപ്പം ഭാവിയിൽ ഒരു നടനാവണം എന്ന് തന്നെയാണ് ആഗ്രഹം? നടനായ കൊള്ളാന്നാണ് എന്നുവെച്ചാൽ കിട്ടിയാ കിട്ടി, പോയാ പോയി കോൺസെപ്റ്റ് ആണ്. അങ്ങനെയല്ല, ഞാൻ എന്തായാലും ട്രൈ ചെയ്താൽ ഞാൻ എന്തായാലും അത് നോക്കും. മാക്സിമം എന്റെ 100% എഫേർട്ട് എടുക്കും. നിലവിൽ ട്രൈ ചെയ്യാൻ ഓഡിഷൻസ് കൊടുക്കാനുള്ള ഒരു സിറ്റുവേഷൻ അല്ല. ഞാൻ അതിലോട്ട് എത്തിയിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം എനിക്കൊരു ക്രാഷ് കോഴ്സ് പോലെ എന്തെങ്കിലും 5 day കോഴ്സ് എന്തെങ്കിലും ചെയ്ത് എനിക്ക് ഒരു സോണിൽ നിന്ന് പുറത്തോട്ട് വരണം എങ്കിൽ മാത്രം ഞാൻ കോൺഫിഡന്റ് ആവത്തുള്ളൂ ഓഡീഷൻസ് കൊടുക്കാൻ വേണ്ടി. അപ്പൊ അത് ഞാൻ എന്ന് എനിക്ക് തോന്നുന്നു ആ ഒരു നിലയിലെത്തും എന്നാൽ ഞാൻ ഓഡീഷൻസ് കൊടുക്കത്തുള്ളൂ. നിലവിൽ അത് ആയിട്ടില്ല. ഓക്കെ. പിന്നെ കിരണിന്റെ വിശ്വാസം കിരണിനെ രക്ഷിക്കട്ടെ. നല്ലൊരു നടനായിട്ട് നമുക്ക് കാണാൻ. ആഗ്രഹം എന്താ? എന്റെ ആഗ്രഹം ഇങ്ങനെയൊക്കെ എന്റെ ആഗ്രഹം എന്ന് വെച്ചാൽ ഞാന് നമ്മളിപ്പം ആഗ്രഹിക്കുന്നൊക്കെ നടക്കണമെന്നില്ലല്ലോ. അതെ അതെ. എന്നാലും നമുക്ക് വലിയ വലിയ ആഗ്രഹങ്ങളുണ്ട്. നമ്മള് കുന്നോളം അല്ല, മലയാളം ആഗ്രഹിച്ചാൽ കുന്നോളം കിട്ടും പറയുന്നത്. അപ്പൊ ഇങ്ങനെ കുന്നോളം ആഗ്രഹിച്ചാൽ കുന്നിക്കോളം കിട്ടുമെന്നല്ലേ? എന്തേലും ആയിക്കോട്ടെ. കണ്ടോ റിയൽ ലൈഫും തമ്മിൽ യാതൊരു ബന്ധമില്ല. പക്ഷെ ഇടയ്ക്ക് ആ ഒരു എന്നെ ട്രോളാനുള്ള സംഭവം വരുമ്പോ മാത്രം എന്നെ ട്രോളുന്ന പരിപാടി എന്നെ ഞാൻ തിരുത്തി തോന്നിയ ഈ കണ്ണീർ തുടച്ചിട്ട് പറയാം. ഓക്കെ. പിന്നെ കോതമംഗലാണ് ശരിക്കും നാട്, കാര്യങ്ങള്. പക്ഷെ ജനിച്ചത് തിരുവനന്തപുരത്താട്ടോ. തിരുവനന്തപുരത്താണ്. എന്റെ എഞ്ചിനീയറിംഗ് ചെയ്ത കൊല്ലത്തുമാണ്. ഇവിടെ ആകെ ഒരു 3 വർഷം 4 വർഷം ആയിട്ടുള്ളൂ. ഓക്കെ. ഇപ്പം ഇൻസ്റ്റാഗ്രാമില് പ്രൊപ്പോസൽസ് ഒന്നും വരാറില്ലേ? ഇഷ്ടം പോലെ വരാറുണ്ട്. പിന്നെ അല്ല, വന്നിട്ടുണ്ട്. അതിലൂടെ എന്റെ അമ്മയുടെ പ്രൊഫൈലിൽ കയറിയിട്ട് അമ്മയ്ക്ക് നേരെ പ്രൊപ്പോസൽ, മറ്റേ ഹിന്ദിയിൽ റിഷ്ത എന്നൊക്കെ പറയത്തില്ലേ, അങ്ങനെയൊക്കെ സാധനമായിട്ട് നോർത്ത് ഇന്ത്യൻസ് കൂടുതൽ വരാറുണ്ട്. മലയാളിയിലും വരും. അമ്മയ്ക്ക് എന്തൊക്കെയാണ് വരുന്നത്? ഇങ്ങനെ മെസ്സേജ് റിക്വസ്റ്റ് അമ്മ കാണിച്ചു തരും. ആന്റി എനിക്ക് മരുമകളായിട്ട് വരുന്ന ഭയങ്കര ആഗ്രഹമുണ്ട്, അങ്ങനെയൊക്കെ ഓരോന്നൊക്കെ വരാറുണ്ട്. പക്ഷെ കാണുമ്പോ സന്തോഷം, അത്രേ ഉള്ളൂ. രസമാണ്. നമ്മളെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ആൾക്കാർ വന്ന് മിണ്ടുന്നതും നമുക്ക് ഇതേപോലെ മെസ്സേജ് റിക്വസ്റ്റ് വരുന്ന കാണുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്. ഓക്കെ. ഇപ്പൊ മോഡലിംഗ് ഒന്നും ട്രൈ ചെയ്യുന്നില്ലേ? ഇല്ലില്ല. അതിനുള്ള ഒരു ഇതുണ്ട്, നല്ല ഇതുണ്ടല്ലോ, എന്താണ് ട്രൈ ചെയ്യാത്തത്? ഒന്ന് ഫിസിക് മെയിൻ ഇമ്പോർട്ടൻസ്. ഞാൻ കൺസിസ്റ്റന്റ് ആവില്ല ജിമ്മില്. ഒരു 2 മാസം പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ പറഞ്ഞില്ല, എനിക്ക് പെട്ടെന്ന് ഒരു ഇൻട്രസ്റ്റ് തോട്ടില് ചെയ്യാൻ തോന്നുന്ന കാര്യങ്ങൾ ഞാൻ ഇപ്പൊ ചെയ്യും. ഇപ്പൊ ഇന്നിപ്പോ എനിക്കിപ്പം ഒരു നോർത്ത് ഇന്ത്യൻ ട്രിപ്പ് പോകണമെന്ന് പറഞ്ഞാൽ ഞാൻ വേറെ ചിന്തിക്കത്തില്ല, ഇപ്പൊ തന്നെ പാക്ക് ചെയ്ത് പോകും. അങ്ങനെ ഒരു മെന്റാലിറ്റിയാ. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് പിന്നീടത്തേക്ക് ഇപ്പം ഞാൻ എങ്ങനെ പ്ലാൻ ചെയ്തിട്ട് മുമ്പോട്ട് പോകുന്ന ഒരാളല്ല. ഇപ്പം 2 ആഴ്ച കഴിഞ്ഞിട്ട് ഞാനൊരു ട്രിപ്പ് പ്ലാൻ ചെയ്യുമെന്ന് വെച്ചോ, എനിക്ക് ഇങ്ങനെ ആ ട്രിപ്പ് എത്തുന്ന വരെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടാവില്ല. ചിലപ്പോൾ എക്സൈറ്റ്മെന്റ് ഉണ്ടെങ്കിലും തലേ ദിവസം എനിക്കൊന്ന് മാറും. അപ്പൊ എനിക്ക് ആ എന്റെ പറയില്ല ഇൻട്രസ്റ്റ് തോട്ടിൽ എനിക്ക് തോന്നുന്ന കാര്യം ഞാൻ അപ്പം ചെയ്യത്തുള്ളൂ. അതുകൊണ്ടാണ് കൂടുതലും ഞാൻ ആൾക്കാരെ ബുദ്ധിമുട്ടിക്കാത്തത്. ഇവർ എവിടെയെങ്കിലും പോവുകയാണെങ്കിലും ചെയ്യാനാണെങ്കിലും ഞാൻ ആരെയും വിളിച്ചിട്ട് അവരുടെ ടൈം എടുക്കത്തില്ല. നമ്മളിപ്പോ റീൽസ് കാണുമ്പോൾ ഒരു ഫുഡ് കാണുവാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും കഴിക്കാൻ അവിടെ പോയി കഴിക്കാൻ തോന്നത്തില്ലേ? അത് ഞാൻ അപ്പം പോവും. അപ്പം വണ്ടി എടുത്തിട്ട് അപ്പം തന്നെ പോയി കഴിക്കും. ഫുഡ് കഴിക്കാൻ തന്നെ പോകും. തിയേറ്ററിൽ പോകുന്ന തന്നെ സിനിമയ്ക്ക് പോകും. അപ്പൊ എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യും. അപ്പൊ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ പോകുമ്പോൾ ബോർ അടിക്കത്തില്ലേ? ഇല്ല, അത് ശരിക്കും പറഞ്ഞാൽ ഒരു വേറെ രീതിയിൽ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന സംഭവമാണ്. എനിക്ക് ഒട്ടുമിക്ക ആൾക്കാർക്കും ചിലപ്പോൾ അത് സോളോ ആയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരായിട്ടുള്ളൂ. ഇപ്പൊ യാത്രയാണെങ്കിലും ഫുഡ് കഴിക്കുന്നതാണെങ്കിലും സിനിമയ്ക്ക് പോകുന്നതാണെങ്കിലും ഒരു കമ്പനി ഒക്കെ അടിച്ച് കമ്പനി അടിക്കുന്നത് ഇഷ്ടമാണ്. ഇഷ്ടമല്ല എന്ന് പറയില്ല, എനിക്ക് എന്റെ ഫ്രണ്ട് സർക്കിൾ ഭയങ്കര കുറവാണ്.
അപ്പം അങ്ങനെ ഇപ്പം കമ്പനി അടിക്കുവാണെങ്കിൽ അത് വേറെ രീതിയിൽ എൻജോയ്മെന്റ്. പക്ഷെ അങ്ങനെ അത് കൂടുതലും അങ്ങനെ പോവാറില്ല, എല്ലാം തന്നെയായിട്ട് ഡീൽ. ഓക്കെ, ഏകദേശം എനിക്ക് എന്നെ തന്നെ തോന്നുന്നു എന്റെ ഫ്രണ്ട് സർക്കിൾ ഭയങ്കര ചെറുതാണ്, ഭയങ്കര ചെറുതാണ്. എനിക്ക് 10 താഴെ ഒരു 5-6 ഒക്കെ ഉണ്ടാവുള്ളൂ മാക്സിമം. എനിക്കും അതൊരു അത്രേ ഉള്ളൂ. ഇവരുണ്ടോ അതില്? ഇങ്ങനെ കുറച്ചൊരു കുഞ്ഞി കുഞ്ഞി സർക്കിളാണ് എന്റേതും. അങ്ങനെ 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 പോകുന്നു. പിന്നെ സോളോ ആയിട്ടെന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടം റൂമിൽ ഇരുന്ന് ഒരു ബുക്ക് കിട്ടിക്കന്നെ ഇരുന്ന് വായിച്ച് ഒറ്റയ്ക്ക് വേണേൽ തീർക്കും. അതൊക്കെ എനിക്കും ഭയങ്കര ഫേവറേറ്റ് ആണ്. ഇപ്പൊ ആൾക്കാർ വിചാരിക്കും ഇവളെന്തിനാണ് ഇവളുടെ ഇഷ്ടങ്ങളൊക്കെ ഇങ്ങോട്ട് നോ ആ രീതി ചിന്തിക്കേണ്ട. നമ്മളൊരു ഇന്റർവ്യൂ നമ്മൾ ആ രീതിയിൽ പോകുന്നതാണ്, വെറുതെ വേറെ രീതിയിലുള്ള ചിന്തകളോ കാര്യങ്ങളോ. സോളോ ആയിട്ട് ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ എല്ലാവരും പോകണം, കാരണം നമുക്ക് നമ്മളെ ഫിഗർ ഔട്ട് ചെയ്യാൻ പറ്റുന്ന ഏതൊരു ചാൻസസ് അതാണ്. ഇപ്പം നമ്മൾ ഒരു നോർത്ത് ഇന്ത്യയിൽ ഒരു ട്രാവൽ ചെയ്താൽ പോലും നമുക്ക് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ബിൽഡ് ആവും. നമ്മളെ ആൾക്കാരിലോട്ടുള്ള പെരുമാറ്റ രീതിയാണെങ്കിലും എല്ലാ കാര്യങ്ങളും നമുക്ക് ഫിഗർ ഔട്ട് ചെയ്യാൻ പറ്റും. നമ്മൾ എവിടെയാണ് നിൽക്കണേന്നുള്ളത് നമുക്ക് അനാലിസിസ് ചെയ്യാൻ പറ്റും. അപ്പൊ അത് ഞാൻ വൺസ് ഇൻ എ ലൈഫ് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. സോളോ ട്രിപ്പ് നോർത്ത് ഭാഗത്ത് പ്രൊപ്പോസൽസ് വരുന്നത് നോർത്ത് ഭാഗത്ത്. അത് ഇപ്പൊ മിനിഞ്ഞാന്നായിട്ട് റീലില് ഞാൻ പറയാം, എന്റെ ഫാമിലിയുടെ റിയാക്ഷൻ എന്ന് പറഞ്ഞൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഞാൻ മേഘാലയ പോയ സമയത്ത് അവിടുത്തെ ഒരു കാസി എന്ന് പറഞ്ഞൊരു വില്ലേജ് ഉണ്ട്, അവിടുത്തെ ട്രൈബൽ ആൾക്കാരുടെ കൂടെ നിന്ന് ഞാൻ ഫോട്ടോ എടുത്തു. പിന്നെ ഒരു കുഞ്ഞിനെ പിടിച്ചോണ്ടിരിക്കുന്ന ഫോട്ടോ ഞാനത് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ വീട്ടുകാര് അതെ നീ ഫാമിലിയെ കാണാൻ പോയതല്ലേ, ആ കൊച്ചിന് നിന്റെ ചായ കൊണ്ട് എന്റെ സ്വന്തം രീതി തന്നെ പറഞ്ഞു. അങ്ങനെയൊക്കെ ട്രോള് വീട്ടിൽ നിന്ന് തന്നെ കിട്ടാറുണ്ട്. അടിപൊളി. ഇപ്പം ഈ ട്വിൻസ് ആണെന്ന് പറഞ്ഞു. അപ്പൊ ഈ ട്വിൻസ് ആയിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ഒരു ബോണ്ട് എങ്ങനെയാണ്? മീൻസ് ഒരാള് വഴക്കാളി ആയിരിക്കും, ഒരാള് സൈലന്റ് ആയിരിക്കും. അതില് ഏറ്റവും വഴക്കാളി ആയിട്ടുള്ള സിസ്റ്റർ ആണോ അതോ കിരൺ ആണോ? രണ്ടുപേരും ഇപ്പൊ ഏജിന്റെ വ്യത്യാസം ഇല്ലാത്തതുകൊണ്ട് രണ്ടുപേരിലും ഈക്വൽ ആയിട്ട് നിൽക്കത്തുള്ളൂ. ഒന്നിനൊന്നിനും മെച്ചായിരുന്നു. സ്കൂൾ ടൈമിലൊക്കെ ആണെങ്കിലും പിന്നെ കോളേജൊക്കെ വന്ന സമയത്ത് ഞാൻ പറഞ്ഞില്ലേ, നേരെ ഞാൻ കൊല്ലത്തായിരുന്നു, അവള് നാട്ടില് വേറെ, പിന്നെ അവള് എബ്രോഡ് പോയി. അപ്പൊ അങ്ങനെ ഇപ്പൊ ആലോചിക്കുമ്പോഴേക്കും ഈ പറഞ്ഞ എനിക്ക് അങ്ങനെ ഒരു ബോണ്ടിങ് ടൈം ശരിക്കും കിട്ടിയില്ല. ഇപ്പൊ ഞാൻ ശരിക്കും മിസ് ചെയ്യുന്നുണ്ട്. ആ വീട്ടിലുള്ള സമയത്ത് ഇവളൊന്ന് കറങ്ങാൻ കൊണ്ടുപോകുന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് നമ്മള് ആ ഒരു മെന്റാലിറ്റി അല്ലേ. പക്ഷെ ഇപ്പൊ നിലവിൽ ആലോചിക്കുമ്പോഴേക്കും എനിക്ക് ചേച്ചിനെ അനിയത്തിനെയും ഒരുമിച്ച് കിട്ടുവാണെങ്കിൽ നമുക്കൊരു ട്രിപ്പ് പോകാൻ അങ്ങനെ ഒരു ഇതുണ്ട്. അപ്പം ഹോപ്പ്ഫുള്ളി ഉടനെ നടക്കുമായിരിക്കും. രണ്ടുപേരുടെ അടുത്ത് ഒരുമിച്ച് പ്ലാൻ ചെയ്ത് ലീവിന് വരാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. ഇപ്പം നെഗറ്റീവ് കമന്റ് ഒന്നും വരാറില്ല? ഒത്തിരി ഉണ്ട്. നല്ല തെറി വിളിച്ച് വരുന്നുണ്ട്, കമന്റ്സിന് വേണ്ടല്ല അറിയില്ല, ഞാൻ മൈൻഡ് ഇല്ല. ഐ മീൻ കാണും, നമ്മളൊരു ഫീൽഡിൽ ഇറങ്ങുമ്പോൾ ഇതൊക്കെ എക്സ്പെക്ട് ചെയ്യുമല്ലോ. രണ്ടും പോസിറ്റീവും നെഗറ്റീവും ഉണ്ടാവും. കമന്റ് സെക്ഷനിലും പിന്നെ മെസ്സേജിലാണെങ്കിലും രണ്ടും വരാറുണ്ട്. ഓക്കെ. അപ്പൊ കിരണിനോടുള്ള അസൂയ കൊണ്ടാണ് ആളുകൾ ഇങ്ങനെ കമന്റ് ഇടുന്ന തോന്നിയിട്ടില്ലേ? അങ്ങനെ ഞാൻ പറയത്തില്ല, കാരണം എല്ലാവർക്കും ഇതുണ്ടാവുമല്ലോ. അപ്പം അസൂയെങ്കിൽ അസൂയപ്പെട്ടോട്ടെ, ഇല്ലാന്നെങ്കിൽ അവർക്കൊരു മനസ്സുഖമായിരിക്കും. ഈ എല്ലാരും ഒറിജിനൽ പ്രൊഫൈലിൽ ഇടുന്നല്ലോ, അപ്പൊ അവർക്ക് അങ്ങനെ ഇടുമ്പോ അവർക്കൊരു റിലീഫ് കിട്ടുവാണെങ്കിൽ റിലീഫ് ആയിക്കോട്ടെ. ഓക്കെ. ഇപ്പൊ ഞാൻ വന്നപ്പോ ശ്രദ്ധിച്ചത് പിന്നെ ഒരു മുണ്ടും ജുബിയും ഒക്കെ ഇട്ടിട്ട് എന്താണ്? എനിക്ക് ട്രഡീഷണൽ ഭയങ്കര ഇഷ്ടം, കൂടുതൽ ഇഷ്ടമാണ്. എനിക്ക് മുണ്ടും ഷർട്ട് എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, മറ്റുള്ളവര് പറയണേക്കാട്ടും എനിക്ക് ഞാൻ എന്നെ തന്നെ ഒന്ന് വിലയിരുത്തും. എനിക്കിപ്പോ മുണ്ടും ഷർട്ടിൽ ഞാൻ എനിക്ക് ഒരു 10 മാർക്ക് ഞാൻ ചുമ്മാ കൊടുക്കാറുണ്ട്. അപ്പൊ എനിക്ക് അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ട്രഡീഷണൽ. പിന്നെ വീട്ടില് അമ്മയ്ക്കാണെങ്കിലും അമ്മ പറഞ്ഞു കുർത്തിട്ടിട്ട് പോ, ഭംഗിയുണ്ടാവും, അങ്ങനെ വന്നതാ. ഓക്കെ. ഇപ്പൊ വീട്ടില് ഞാൻ ഇന്റർവ്യൂ കൊടുക്കാൻ വേണ്ടി പോകുന്നപ്പോ വീട്ടുകാരുടെ റെസ്പോൺസ് എന്തായിരുന്നു? എന്റെ അതേ ഒരു തോട്ട് തന്നെയായിരുന്നു അവർക്ക് ആദ്യം വന്നത്. കാരണം എന്നെ വിളിച്ച സമയത്ത് ഞാൻ സ്വയമായിട്ട് ആലോചിച്ചു, എന്നെ ഇന്റർവ്യൂ ചെയ്യാനുള്ള ഒരു നിലയിലായിട്ട് ഞാൻ എത്തിയില്ല. അപ്പൊ എന്തിനായിരിക്കും തന്നെയായി അവരും ആദ്യം വിചാരിച്ചത്. പിന്നെ പറഞ്ഞു പോയി നോക്കാൻ നല്ലതല്ലേ, ഇതൊരു ചാൻസ് ആവട്ടെ. അവർക്ക് അറിയാം ഞാൻ പണ്ട് തൊട്ടേ ഫിലിമില് അല്ല എങ്ങനെയും കയറി നോക്കണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അപ്പം ഇതൊരു ചാൻസ് ആവട്ടെ എന്ന് തന്നെ അവരും വിചാരിച്ചിട്ടുണ്ട്. ഇത് ആരെയിലൊക്കെ കാണുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും. ഇപ്പൊ നമ്മുടെ തന്നെ വേറെ ചാനലാണല്ലേ, SR മീഡിയ എന്ന് പറഞ്ഞ ചാനലുണ്ട്. നമ്മള് ആൽബം സോങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന, മേ ബി ഒരു അവസരമൊക്കെ കിട്ടിയേക്കാം. ചിലപ്പം ഭാവിയിൽ ഉണ്ടെങ്കിൽ ലഭിക്കാം അല്ലേ. അപ്പൊ അതാണ്, നമുക്ക് ലെക്ക് എപ്പോഴാണ് വരുന്നതെന്നുള്ളത് അതെ പറയാൻ വേണ്ടി പറ്റത്തില്ല. അപ്പൊ അതാണ്, അതുകൊണ്ടായിരിക്കും ഇവിടെ വന്നിരുന്ന ഒക്കെ ഒരു നിമിത്തമാണ്. ഇപ്പൊ ഇങ്ങനെ ഞാൻ വിളിക്കാനും ഇവിടെ വന്ന് കിരൺ ഇരിക്കാനും ഇന്റർവ്യൂ തരാനുള്ളതൊക്കെ ഒരു നിമിത്തം തന്നെയാണെന്ന്. അതെ അതെ. ഇപ്പം കിരണ് ജീവിതത്തില് ഇപ്പൊ എല്ലാം ഒറ്റയ്ക്ക് ചെയ്യണമെന്നുള്ള നിലപാടിനെത്തി. അങ്ങനെ ഒരു സാഹചര്യത്തിൽ എത്താൻ ലൈഫിൽ എന്തെങ്കിലും വിഷമകരമായിട്ട് സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, ഞാൻ പറഞ്ഞില്ലേ, അപ്പോൾ ഓരോ കാര്യങ്ങൾ ഞാൻ ഫിഗർ ഔട്ട് ചെയ്യുമ്പം എനിക്ക് എൻ്റെ മെന്റൽ ഹെൽത്ത് നോക്കണമല്ലോ. അപ്പം അതാ ഞാൻ പറഞ്ഞു, ഇപ്പോൾ ഒരു കാര്യം ഞാൻ വീട് എത്തിക്കഴിഞ്ഞ് കഴിയുമ്പോൾ മറ്റുള്ളവർ എത്തില്ല എന്ന് പറയുമ്പോൾ എനിക്കത് എൻ്റെ മെന്റലി ഡിസ്റ്റർബ് ചെയ്യുക. അപ്പം അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ ഞാൻ തന്നെ സ്വയം കണ്ടുപറ്റിയത് മറ്റുള്ളവരുടെ, കാരണം നമുക്ക് ജീവിതത്തിൽ ഒരാൾക്ക് ഏറ്റവും കൂടുതൽ കൊടുക്കാൻ പറ്റുന്ന അവരുടെ സ്വന്തം സമയമാണ്.
ബട്ട് ഇപ്പൊ പൈസ എന്തിനെക്കാട്ടും കൂടുതൽ നമുക്ക് ഞാൻ എന്റെ സമയം ഇതൊക്കെ തരുവാണെങ്കിൽ അത് ഏറ്റവും വലിയ കാര്യം. അപ്പൊ മറ്റുള്ളവരുടെ സമയം ഞാൻ ചോദിച്ചു മേടിക്കാനുള്ള സംഭവം എനിക്ക് വേണ്ടാന്ന് തോന്നി. അപ്പൊ അങ്ങനെയായപ്പോ ഞാൻ എല്ലാ കാര്യങ്ങളും സ്വന്തം ചെയ്യാനുള്ള ഒരു പ്ലാൻ വന്നു. ഓക്കെ. ഇപ്പം നമ്മളിപ്പോ റീലാണേലും കാണുമ്പോൾ ഭയങ്കര ഫ്രണ്ട്ലി ആണ്, നമ്മൾ വിചാരിക്കും കോഴിയാണെന്നൊക്കെ വിചാരിക്കും. പക്ഷെ അല്ല കേട്ടോ, അല്ല ഞാൻ ചുമ്മാ പറഞ്ഞതാ, ചുമ്മാ അല്ല. നമ്മള് കെയർ ഗ്രൂപ്പ് ഓഫ് കമ്പനി മറ്റേ ഈ മെയിൻ ആയിട്ട് പറയാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ നടിമാരുടെ സംഭവം എടുത്തിട്ടുണ്ടല്ലേ, അത് കാണുമ്പോ കുറെ പേര് അങ്ങനത്തെ കമന്റുകളുണ്ട്, ഇവൻ എന്ത് ആ ടൈപ്പ് വരുന്നുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു മീൻസ് ആള് അങ്ങനെ, ഞാൻ കോഴിന്നല്ല, എന്നോട് അങ്ങനെയല്ല കേട്ടോ. ആ ഒരു രീതിയിൽ എല്ലാരും ഇതാക്കുമ്പോ ആള് ഭയങ്കര കാഷ്വലാണ്, പണിയാണെന്നൊക്കെ വിചാരിച്ചാണ് നമ്മൾ ഇരിക്കുന്നത്. പക്ഷെ ഇപ്പോഴും എനിക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല, ഞാൻ എന്തോ എന്തിനോ പോലെ ഇങ്ങനെ ഇരിക്കും. ഓക്കെ. പിന്നെ ഓക്കെ, അപ്പൊ ലൈഫ് പിന്നെ അങ്ങനെ വിഷമങ്ങളോ കാര്യങ്ങളോ ഉണ്ടായിട്ടില്ല, അങ്ങനെ സോളോ ട്രിപ്പ് കാര്യങ്ങൾ ഞാൻ സ്വയം എന്റെ ഒരു മെന്റൽ ഹെൽത്തിന് വേണ്ടി ഞാൻ നോക്കിയിട്ട കാര്യം. ഓക്കെ. അപ്പൊ സ്കൂൾ ട്രിപ്സും കോളേജ് ട്രിപ്സും ഒന്നും പോയിട്ടില്ല? പോയിട്ടുണ്ട്. അതാ ഞാൻ പറഞ്ഞു, ഞാൻ രണ്ടും എൻജോയ് ചെയ്യും. പക്ഷെ അതെന്ന് പറഞ്ഞാൽ ഞാനല്ലായിരിക്കും അവിടെ ടേക്ക് ആയിട്ട്. സ്കൂളിലാണെങ്കിലും കോളേജിലാണെങ്കിലും ഒരു മെന്റർ ഉണ്ടാവും, എല്ലാവരും നോക്കിക്കോളും. എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ എന്റെ സറൗണ്ടിങ്സിൽ ഉള്ള കാര്യങ്ങളിൽ മാത്രമേ എനിക്ക് മെന്റലി ഡിസ്റ്റർബ് ആവുമല്ല എന്ന് തോന്നുവാണെങ്കിൽ ഞാൻ അതിൽ പങ്കെടുക്കും. ഓക്കെ. ഇപ്പൊ റീല് 10 മില്യൺ വരെ പോയി കാര്യങ്ങൾ പറഞ്ഞു. കിരൺ ഫേമസ് ആയ സമയത്ത് കിരൺ ഫീൽ ചെയ്തിട്ടുണ്ടോ മലയാളികളെക്കാൾ സപ്പോർട്ട് ഒരു പക്ഷെ പുറത്തുള്ളവരാണ് തരുന്നത് എന്നുള്ളത്? ഇല്ല, നമ്മുടെ റൂട്ട് മെയിൻ ബേസ് അതാണല്ലോ. പിന്നെ ചില വീഡിയോസിൽ ചിലത് ഞാൻ പർപ്പസ്ഫുള്ളി ഇടും, കാരണം അത് നോർത്തിലെ ഹിറ്റ് ആവത്തുള്ളൂ. അത് മലയാളികൾക്ക് വേണ്ടാത്ത സാധനങ്ങൾ ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ അങ്ങനെ പിടിച്ചൊന്നുമില്ല. അതിന്റെ സപ്പോർട്ടിൽ അങ്ങനെ നോക്കത്തില്ല. മലയാളികളും ഉണ്ട്, കൂടുതൽ നോർത്ത് ഇന്ത്യൻസും ഉണ്ട്, രണ്ടും ഒരേപോലെ തന്നെ. ഓക്കെ. അപ്പം ആദ്യമായിട്ട് വൈറൽ ആവുന്നത് നോർത്ത് ബേസ് ചെയ്ത റീലാണോ അതോ അല്ലാതെ? അല്ല, അതിന്റെ ഫസ്റ്റ് എനിക്കൊന്ന് വൈറലായ വീഡിയോ ഫ്യൂച്ചർ വൈഫിനെ എങ്ങനെ നോക്കാം അങ്ങനെ എന്തോ ഒരു സാധനം ക്ലിപ്പ് ഞാൻ കട്ട് ചെയ്തിട്ടൊരു സാധനം, അതായിരുന്നു ഫസ്റ്റ് വൈറൽ വീഡിയോ. അതെത്ര പോയി? എത്ര മില്യൺ പോയി? അത് 12 മില്യൺ എന്തോ പോയിരുന്നു. 12 മില്യൺ പോയി. എന്ത് നിസ്സാരമായിട്ടാണ് പറയുന്നത്. അയ്യോ. പിന്നെ ഇതെല്ലാം നമ്മള് പാസീവ് ഇൻകം ആയിട്ട് ഇപ്പൊ എന്റെ മെയിൻ സോഴ്സ് ഓഫ് ഇൻകം ഇൻസ്റ്റ തന്നെയാണ് നമുക്ക്. അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി ഇപ്പം കോണ്ടന്റ് ബേസിലാണ് കുറച്ചും കൂടി ഇമ്പ്രൂവ് ആക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഈ KR ഗ്രൂപ്പ് ഒക്കെ ഇപ്പൊ ഞാൻ നിർത്തി, കുറച്ച് നാളായത് ഇപ്പൊ ആയിട്ട്. ഇനി വേറെ എന്തെങ്കിലും പുതിയ ഉടായ്പായിട്ട് വരണം. അതെ. ഓക്കെ. ഞാൻ നോക്കുമ്പോ KR ഗ്രൂപ്പാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. അതാണ് ഞാൻ KR ഗ്രൂപ്പ്, എനിക്കൊരു കൗതുകം തോന്നി. KR ഗ്രൂപ്പോ? അപ്പൊ എനിക്ക് ചിരി തോന്നി, ആള് എനിക്ക് തോന്നി ഫണ്ണിയാന്ന് തോന്നി. എനിക്കൊന്ന് ഹിന്ദിക്കാര് ആരോ ഇട്ടതാ. അപ്പൊ അങ്ങനെ ഞാനും ചുമ്മാ ഇട്ട് നോക്കാം, വൈറലായി ആവട്ടെ. പക്ഷെ ഹിന്ദിക്കാര് ഭയങ്കര സീരിയസ് ആയിട്ട് എടുത്തു, റിയൽ ആണെന്നുള്ള. ഹിന്ദി തമിഴ്നാട് എല്ലായിടത്തും ആൾക്കാർ ഇത് സീരിയസ് ആയിട്ട് എടുത്തിട്ട്, ഞാൻ പറഞ്ഞില്ലേ ഓരോരുത്തരുടെ അവരുടെ ഫാമിലി സിറ്റുവേഷൻസും എല്ലാ കാര്യങ്ങളും അങ്ങനെ മെസ്സേജ് റിക്വസ്റ്റിൽ വരുമ്പോൾ ഒരു സങ്കടം തോന്നി. അപ്പൊ പാൻ ഇന്ത്യ സ്റ്റാർ ആണ്? പാൻ ഇന്ത്യ സ്റ്റാർ ഒന്നുമല്ല. അല്ലെ, തമിഴ്നാട് പിന്നെ അവിടെ നിന്ന് പിന്നെ നോർത്ത് നിന്നൊക്കെ ഇങ്ങനെ വരുന്നു എന്ന് പറയുമ്പോ അത് പാൻ ഇന്ത്യൻ ആണല്ലോ. അതെ അതെ. മെയിൻ ആയിട്ട് നമ്മൾ പറഞ്ഞു കേൾക്കുന്ന നമ്മുടെ നാട്ടില് ആണുങ്ങളാണ് കൂടുതൽ കോഴികളെന്ന്. അപ്പൊ കിരണ് മെയിൻ ആയിട്ട് തോന്നിയത് എന്താ, പെണ്ണുങ്ങളാണോ അത് ആണുങ്ങളാണോ കൂടുതൽ കോഴികളായിട്ടുള്ളത്? എനിക്കറിയില്ല, ഞാൻ ആ വിഭാഗത്തോട്ട് നോക്കിയിട്ടില്ല. അതുകൊണ്ട് തുല്യത ഉണ്ടാവുമായിരിക്കും. പിന്നെ നമുക്കറിയില്ല, ആണും പെണ്ണും എനിക്ക് ഒരേപോലെ മെസ്സേജ് വരാറുണ്ട്, രണ്ടുപേർക്കും ഒരേപോലെ മെസ്സേജ് വരാറുണ്ട്, ആണുങ്ങളുടെ ആണെങ്കിലും പെണ്ണുങ്ങളുടെ ആണെങ്കിലും. ആണുങ്ങളും പ്രപ്പോസ് ചെയ്യോ? പ്രപ്പോസൽ അല്ല, പക്ഷെ വേറെ രീതിക്ക് മെസ്സേജസ് ഒക്കെ വരും. അതുകൊണ്ട് എനിക്ക് അതിൽ ഫിഗർ ഔട്ട് ചെയ്യാൻ പറ്റില്ല ഏതാണ് കൂടുതൽ ഏതാണ് കുറവെന്നുള്ളത്. രണ്ടും ഒരേപോലെ അല്ല, അത് ഒബ്വിയസ്ലി അങ്ങനെ വരുമല്ലോ. ഇപ്പൊ അങ്ങനെയല്ലേ. അല്ല, എനിക്ക് ഊഹിക്കാൻ പറ്റുന്നില്ല. നമുക്ക് അറിയില്ല. അതെ അതെ. അങ്ങനെ രണ്ടുപേരും ഉണ്ട്. എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ചിലപ്പോ കൂടുതലും ആൺപിള്ളേരായിരിക്കണം. അല്ല, ആൺപിള്ളേർ എന്തോ മെസ്സേജ് അയക്കുന്നത്, എനിക്ക് പെൺപിള്ളേർ ഇൻട്രസ്റ്റ് അങ്ങ് പോയി. ആൺപിള്ളേർ എന്തോ മെസ്സേജ് അയക്കുന്നത്. അല്ല, ഞാൻ പറഞ്ഞില്ലേ, നിങ്ങക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലല്ല, അല്ലാണ്ട് ആണെങ്കിലും ഇപ്പം വൾഗറായിട്ടുള്ള രീതിയിലും വരാറുണ്ട്. അത്രേ ഉള്ളൂ. കൂടുതൽ നിഷ്കളങ്കമായി മുഖത്ത് നോക്കി നിങ്ങൾക്ക് എങ്ങനെ ചോദിക്കും? മലയാളികളാണോ വരുന്നത്? രണ്ടുപേരും ഉണ്ട്. ഞാൻ കണ്ടിട്ട് വിടത്തുള്ളൂ, മെസ്സേജ് റിപ്ലൈ ഒന്നും അയക്കാൻ. അപ്പൊ അങ്ങനെ കിരൺ സ്ട്രേറ്റ് ആണോ? പിന്നെ സ്ട്രേറ്റ് ആണ്. അപ്പൊ അങ്ങനെ വരുമ്പോ ഒരു തരം ഒരു ഇത് തോന്നൂലേ? ഇനിഷ്യലി അത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ കഴിയുമ്പല്ലേ ഇപ്പം കണ്ടുകണ്ട് ഇപ്പൊ ഫോറൻസിക്കലി ഉദ്യോഗസ്ഥനെ കണ്ടുകണ്ട് ബോഡി കണ്ടുകണ്ട് ഇപ്പൊ ഒരു പ്രത്യേകിച്ച് ഒന്നും തോന്നില്ല എന്ന് പറഞ്ഞു. കണ്ടുകണ്ട് പ്രത്യേകിച്ച് ഒന്നും തോന്നുന്നു, നമുക്കൊന്നും തോന്നില്ല. ഓക്കെ. അപ്പം പെൺപിള്ളേർ മാത്രല്ല ആൺപിള്ളേർ വരുന്നത്. അതെനിക്ക് ഒട്ടുമിക്ക എല്ലാവർക്കും അങ്ങനെ തന്നെ ആവത്തുള്ളൂ, വരാറുണ്ട്.
അപ്പൊ കമന്റ് സെക്ഷനിലാണെങ്കിലും എനിക്കൊന്ന് കൂടുതൽ ആൺപിള്ളേരും അങ്ങനെ പക്ഷെ എനിക്ക് ലബനീസ് സ്ഥാനങ്ങളൊന്നും അങ്ങനെ വരാറില്ല. അല്ലല്ല, എനിക്ക് കൂടുതലും ഇങ്ങനെ ലബനീസ് സ്ഥാനങ്ങൾ അങ്ങനെ വന്നിട്ടില്ല. ഈ കേസിൽ ലബനീസിന് ഇഷ്ടപ്പെട്ടില്ലേ? വെറുതെ എന്നെ അടുത്ത ട്രോളത്ത് ചിലപ്പോ എന്നോട് ചോദിക്കാനുള്ള പേടി കൊണ്ടായിരിക്കും. ഞാനും മറ്റേ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് കടിച്ചു കയറാനായിരുന്നുള്ള തോന്നിയോണ്ടായിരിക്കും. ഞാൻ പിന്നെ റെസ്പോണ്ട് ചെയ്യില്ല. എനിക്ക് അത്രയും പേഴ്സണലി അറ്റാക്ക് തോന്നുവാണെങ്കിലും മാത്രം എന്തെങ്കിലുമൊക്കെ പറയത്തുള്ളൂ. അല്ലാത്ത പക്ഷം ഇതെല്ലാം എന്താ പറയാ നെഗറ്റീവായിട്ട്. ചിലർക്ക് നാണവും മാനവും ഇല്ലെന്ന് തോന്നിയിട്ടില്ലേ? തോന്നിപ്പോവും. ചില സിറ്റുവേഷനിൽ നമുക്ക് അയക്കുമ്പോ എല്ലാം തോന്നിപ്പോവും. അത്രയും ഇതായിട്ട് അയച്ചാൽ ഇവർ എന്ത് അടിസ്ഥാനത്തിൽ എനിക്ക് അയക്കണേന്ന് ചിന്തിച്ചു. അതെ, ആള് സ്ട്രേറ്റ് ആണ് കേട്ടോ. അത് അറിയാത്തവര് ഈ പറഞ്ഞല്ലോ, അത് സ്ട്രേറ്റ് ആണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ വേറെ ലേറ്റ് പിടിയുന്നു. ഇപ്പൊ എല്ലാരും കൂടി എന്റെ മെക്കിട്ട് പറഞ്ഞു, നിനക്ക് എന്താണ് ഞങ്ങൾ നോക്കിയാൽ നിനക്കെന്ത്, നിങ്ങൾ ആര് വേണേ നോക്കിക്കോ, എന്ത് വേണേ നോക്കിക്കോ, എന്തോ ചെയ്യും എന്ന് പറയുന്ന പോലെ എന്തോ എന്തേലും ചെയ്യും. ഓക്കെ, അപ്പം ഞാൻ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞുള്ളൂ. അപ്പൊ അങ്ങനെയൊക്കെ വരുന്നുണ്ട്. അപ്പം ശല്യമായിട്ട് തോന്നാറുണ്ട് ചിലതൊക്കെ. അത് ഓരോ മൂഡ് അനുസരിച്ചിരിക്കും. ചില സമയത്തൊക്കെ എന്തെങ്കിലും തിരിച്ച് പറഞ്ഞില്ലെങ്കിൽ എനിക്കൊരു മനസ്സമാധാനം ഉണ്ടാവില്ല. ചില സമയത്തൊക്കെ ഇത് കണ്ടിട്ട് ഇത് വേറെ പണിയൊന്നുമില്ലേ, ആ ഒരു മെന്റാലിറ്റി ഓരോ മൂഡ് അനുസരിച്ച് അങ്ങനെ തോന്നുള്ളൂ. ഓക്കെ, അപ്പം പെൺപിള്ളേർക്ക് ഇങ്ങനെ മെസ്സേജസ് വരുമ്പോ എത്ര ബുദ്ധിമുട്ടുണ്ടെന്നുള്ളത് അല്ലേ? അല്ലെ, തീർച്ചയായിട്ടും. അതെ, അത് പറയാൻ കേസ് വേറൊന്നും അല്ല. കാരണം കിരണിന്റെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ ബുദ്ധിമുട്ട് അല്ല. ചിലത് നമുക്ക് ഫണ്ണിയാണ്, ചിലത് നമ്മൾ ആസ്വദിക്കും, രസമാണ്. പക്ഷെ ചിലത് അതിര് വിട്ടിട്ട് വരുന്ന കാര്യങ്ങൾ അതെ, അത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് സംഭവം. അതെ, അന്നേരം നമ്മൾ തന്നെ ആലോചിക്കും എന്തോരം പേർക്ക് എത്ര ബുദ്ധിമുട്ടായിട്ട് മെസ്സേജ് വരുന്നത്. റിയൽ ലൈഫ് ഇൻഷുറൻസ് ആയിരിക്കും ചിലപ്പോൾ അതിലും കൂടുതൽ വരുന്നത്. എനിക്ക് അങ്ങനെ റിയൽ ലൈഫ് ഇൻഷുറൻസ് വരില്ല, കുറവായിരുന്നു. ഓക്കെ ഓക്കെ ഓക്കെ, മനസ്സിലായി. അപ്പം ഒക്കെ ഇൻബോക്സിൽ കാണിക്കാനുള്ള ധൈര്യമുള്ളൂ, അല്ലാതെ പേഴ്സണലി അയക്കാനുള്ള ഇല്ല, അങ്ങനെ വരാറില്ല. ഓക്കെ, പാട്ടൊക്കെ പാടുന്ന ആളാണോ? ഇല്ല. എന്താണ് അപ്പൊ കഴിവ്? ഇതൊക്കെ തന്നെ ഒരു കഴിവ്. ഇതൊക്കെ തന്നെ കഴിവ്. ഓക്കെ, അപ്പം പ്രത്യേകിച്ച് അങ്ങനെ കഴിവൊന്നുമില്ല. നമ്മൾ ഈ ഒരു മൂലയ്ക്ക് എങ്ങനെ ജീവിച്ചു പോകുന്നു. കമ്പനി ഒക്കെ നടത്തി. അതെ, എന്റെ സങ്കല്പത്തിലെ ഗേൾ ഫ്രണ്ടിനെ ഒക്കെ നോക്കി. അതെ, എല്ലാരും ചിരിപ്പിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എല്ലാരും ചിരിപ്പിക്കാന്നല്ല, എന്റർടൈൻഡ് ആകുക. ചിലവര് എനിക്ക് അങ്ങനെ മെസ്സേജ് വന്നിട്ടുണ്ട്, ഭയങ്കര മോശമായിട്ടുള്ള ഒരു ദിവസമായിരുന്നു, ചേട്ടൻ്റെ റീൽ കണ്ടിട്ട് എനിക്ക് ഒരു റിലീഫ് ഉണ്ട്, താങ്ക് യു എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വരാറുണ്ട്. ഓക്കെ, ഞാനും അങ്ങനെയാണ്. ഞാൻ കിരണിന്റെ റീൽ ശ്രദ്ധിക്കുന്നത്. ഞാനും ഭയങ്കര മൂടൊപ്പം ഇരിക്കുന്ന സമയത്ത് എനിക്ക് കാണുമ്പോൾ എനിക്ക് ഞാൻ പ്രൊഫൈൽ വരൊക്കെ അങ്ങനെയാണ് ഞാനും ഫോളോ ചെയ്യുന്നത്. അപ്പൊ എനിക്ക് ഭയങ്കര കോമഡി ആയിട്ട് രസകരമായിട്ട് സംഭവം തോന്നി. അപ്പം ഒരുപാട് പേരെ ചിരിപ്പിക്കുന്ന ആളുകളുടെ ഉള്ളിൽ വിഷമമുണ്ടോ? അത് സത്യമുള്ള കാര്യമാണ്. സത്യമായിട്ട് ഒരുപാട് ചിലപ്പം ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ റീലിൽ കാണിക്കുന്ന പോലെ ആയിരിക്കില്ല ചിലവരുടെ ലൈഫിൽ. അവർ ഒത്തിരി വിഷമം സഹിച്ചിട്ടുണ്ട്. എനിക്ക് അങ്ങനെ ഉണ്ടായില്ല, പക്ഷെ ഒത്തിരി സങ്കടമുള്ള ആൾക്കാരുണ്ടാവും. ഓക്കെ, അപ്പം കിരണ് ഒരു കൂളായിട്ട് പോകുന്ന ഒരാളാണ്. അധികം ചിരിയും ഇല്ല, എന്നാ അധികം സീരിയസും അല്ല. ഇതിന്റെ എല്ലാത്തിന്റെ ഇടയിൽ ന്യൂട്രൽ കിരൺ എന്ന് വിളിക്കാം. ഫണ്ണി കിരൺ അല്ല, സോ ന്യൂട്രൽ കിരൺ ആണ്. അപ്പൊ ഞാൻ ഇനി ആ രീതിയിൽ പിന്നെ അതെ. ഓക്കെ, അപ്പൊ ഞാൻ എക്സ്പെക്ട് ചെയ്ത പോലെ ഒരാളല്ല ആള്. ഭയങ്കര ലൈഫിൽ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള കാഴ്ചപ്പാടുള്ള. വേണ്ട, ഞാൻ കുറെ കുസൃതി ചോദ്യം കാര്യങ്ങളൊക്കെ ചോദിച്ച് ഫണ്ണിയാക്കി. എന്തൊക്കെ പ്ലാൻ ആയിരുന്നു, മറ്റേ മലപ്പുറം കത്തി അമ്പും വില്ലും ഇപ്പൊ പവനായി ശവമായി എന്ന് പറഞ്ഞ അവസ്ഥയിലൂടെയാണ് ഞാൻ പോയിരിക്കുന്നത്. പക്ഷെ എന്നാലും വളരെ നല്ല രീതിക്ക് ജീവിതത്തെ പറ്റിയുള്ള കാഴ്ചപ്പാട്. സോളോ ട്രിപ്പ് നിങ്ങൾ ലൈഫിൽ ഒരു വട്ടെങ്കിലും എൻജോയ് ചെയ്യണമെന്ന് പറയുന്നു. നമ്മുടെ ലൈഫിൽ എങ്ങനെ നമുക്ക് ഓരോ കാര്യങ്ങൾ നോക്കിക്കാണും. ഇപ്പം നമ്മൾ പലരും പറയുന്ന കേൾക്കാം, ഞാൻ ഒറ്റപ്പെട്ടു, എനിക്ക് ആരുമില്ല എന്ന് പറയുന്നിടത്ത് അവിടെ നിന്ന് നമുക്ക് ആ ഒറ്റപ്പെടലും ആസ്വദിക്കാം എന്നുള്ള നല്ല മെസ്സേജാണ് തന്നത്. പിന്നെ ആള് കോഴിയല്ല, ആള് റിലേഷൻഷിപ്പ് കോൺഫിഡൻഷ്യൽ ആണ്, അങ്ങനെ പല പല കാര്യങ്ങൾ. അപ്പം ഇത്രയും കാര്യങ്ങൾ ഞങ്ങളോട് ഷെയർ ചെയ്തതിന് ഒത്തിരി നന്ദി. അപ്പൊ ഇപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത്, എവിടേക്കോ നമ്മുടെ ഡ്രസ്സിന് എവിടേക്കോ ഒരു മാച്ചിങ്. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വേറെ ഡ്രസ്സ് ഇടാനാണ് വിചാരിച്ചു. പക്ഷെ കിരൺ ഈ ഡ്രസ്സ് ഇട്ടപ്പോൾ ഞാനും ഒന്ന് മാച്ചിങ് ആക്കാൻ വിചാരിച്ചു. ദയവ് ചെയ്തതിനെ ട്രോളരുത്, ഇതൊരു ഇന്റർവ്യൂ പേർപ്പസ് മാത്രമാണ്. നിങ്ങൾ വേറെ രീതിയിലും ചിന്തിക്കരുത്. ആങ്കർ അവനെ ട്യൂൺ ചെയ്യാൻ വേണ്ടി നോക്കുന്നതല്ലേ, ആ സാധനം നിങ്ങൾ ചിന്തിക്കരുത് പ്ലീസ്. എന്നെ വൈറലാക്കരുത്, കിരണിനും വൈറലാക്കരുത്. അപ്പൊ അത്രയും നേരം ഞങ്ങളുടെ സഹകരിച്ചതിന് ഒത്തിരി നന്ദി. ലാസ്റ്റ് ആയിട്ട് എന്നുവെച്ചാൽ ഈ ഇന്റർവ്യൂ കഴിയുന്നതിന് മുന്നേ എന്തെങ്കിലും പറയാനുണ്ടോ? ഇതേപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് കോണ്ടന്റ് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായും ഞാൻ അതുപോലത്തെ കോണ്ടാക്ട് പിന്നെയും കൊണ്ടുവരുന്നതായിരിക്കും. താങ്ക് യു.